ക്രിസ്തീയ സഭയെ, സമൂഹമേ, നരകമെന്നത് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്താമോ? റൈറ്റ്. നരകമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേരുകൾ എവിടെയാണുള്ളത്? നരകത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റിലാണോ ഉള്ളത്? സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റിലാണോ ഉള്ളത്? ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുക. ഒരു നിമിഷം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മരിക്കും. ആ മരിക്കുന്ന സമയം ഈ ദിവസം തന്നെ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയായിരിക്കും കണ്ണുകൾ തുറക്കുന്നത്? ഒരു നിമിഷം ആലോചിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ആരും തന്നെ നശിച്ചു പോകുവാൻ പാടില്ല. ഒരു വിഷയം ഞാൻ പറയട്ടെ. ആരോഗ്യസ്ഥിതി മോശമായി ആശുപത്രിയിൽ പോയി രോഗക്കിടക്കയിലായിരിക്കുന്നു. ഒരു വശത്ത് ബ്ലഡ് കയറ്റുന്നു, മറുവശത്ത് ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്നതായ മെഷീനുകൾ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ച് വച്ചിരിക്കുന്നു. മറ്റൊരു വശത്ത് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവയ്ക്കെല്ലാറ്റിനും മധ്യയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്തായിരിക്കും പറയുക? ബിരിയാണി തിന്നിട്ട് കുറേ കാലമായി. ബിരിയാണി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഭാര്യ വരികയാണെങ്കിൽ ബിരിയാണി വാങ്ങിച്ചുപാടി എന്ന് ചോദിക്കണം. ഇതാണോ നീ ചിന്തിക്കുന്നത്? ആ ബാങ്കിൽ എത്രയുണ്ട് ബാലൻസ്? ഈ ബാങ്കിൽ എത്ര പണം ഞാൻ ഇട്ടിട്ടുണ്ട്? 5-6 അക്കൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, എവിടെയൊക്കെയാണ് പണം ഇട്ടിരിക്കുന്നത്? ഇങ്ങനെ പണത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുമോ? ഒരുപാട് ഇഷ്ടപ്പെട്ട് നീ വാങ്ങിയതായ ഒരു കാറുണ്ടല്ലോ, ആ കാറിന് സർവീസിങ് ചെയ്തോ അതോ ഇല്ലയോ? അതിൽ പെട്രോൾ ഉണ്ടോ? ടയറിൽ കാറ്റുണ്ടോ? ഇതൊക്കെയാണോ ആലോചിക്കുന്നത്? എൻ്റെ ഭാര്യയ്ക്കൊരു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുത്തല്ലോ, ആ മാല ഇപ്പോൾ കാണുന്നതേ ഇല്ല. ഇങ്ങനെയുള്ള ചിന്തകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ? പറയുക. എനിക്ക് 2-3 അപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ റെൻറ്റുകൾ കിട്ടിയോ? ഇങ്ങനെയുള്ള ആലോചനകൾ കടന്നു വരുമോ? പ്രിയ സഹോദരി, സഹോദര, നിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ, നീ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ ഇവയൊന്നും തന്നെ നിനക്ക് ഓർമ്മ വരില്ല. നിന്റെ ഒരേ ഒരു ആലോചന എന്താണെന്നറിയാമോ? ഈ കട്ടിലിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ കഴിഞ്ഞാൽ മതി. അതായിരിക്കും ചിന്ത. നിനക്ക് സ്വയം ആഹാരം കഴിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ ഭാര്യ, ചില ഭാര്യമാരാണെങ്കിൽ ആഹാരം വാരിത്തരും, മറ്റുള്ളവരാണെങ്കിൽ നമ്മെ നോക്കുകയില്ല. അത് നിങ്ങളുടെ വിധിയിൽ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ഭാര്യ ഒരു സ്നേഹമുള്ളവളാണെങ്കിൽ, നിങ്ങൾക്ക് രോഗമാണെങ്കിൽ, ആരോഗ്യ പ്രശ്നത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആഹാരം തരും. എന്നാൽ ഭാര്യ കഠിനമായ മനസ്സുള്ളവളാണെന്നിരിക്കട്ടെ, ഇങ്ങനെ കിടക്കുന്നവന് ഞാൻ ആഹാരം കൊടുക്കണമോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് തിന്നൂ, ചാകൂ എന്ന് പറഞ്ഞ് വിളമ്പിത്തരും. അങ്ങനെ വിളമ്പിയ ഭക്ഷണം കഴിക്കാൻ പോലും ആഗ്രഹമില്ലാത്തതായ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്ത അത് സ്വർണത്തിൻ്റെതാകില്ല, ബാങ്ക് ബാലൻസ് ആയിരിക്കില്ല, വസ്ത്രങ്ങളായിരിക്കില്ല. ജീവിക്കുവാനായിട്ട് അല്പം ആഹാരം സ്വയം വാരി കഴിക്കാൻ സാധിച്ചാൽ മതി. അതുമാത്രമേ ആഗ്രഹിക്കൂ. പ്രിയ സഹോദര, സഹോദരി, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഈ ലോകത്തിലെ ഒന്നും നിന്റെ ഓർമ്മയിലേക്ക് വരില്ല. എനിക്ക് കാലൊന്ന് തറയിൽ വെക്കാൻ കഴിഞ്ഞാൽ മതി, സ്വയമായൊന്ന് നടക്കുവാൻ കഴിഞ്ഞാൽ മതി, സ്വയമായിട്ടൊന്ന് ബാത്റൂമിലേക്ക് പോകാൻ കഴിഞ്ഞാൽ മതി, ആരുടെയും സഹായം കൂടാതെ എനിക്ക് നടക്കുവാൻ കഴിഞ്ഞാൽ മതി. ഇതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. എന്നാൽ മരിക്കാൻ പോകുന്ന സമയത്ത് അതുപോലും ഓർമ്മ വരില്ല. എവിടേക്ക് പോകും? എന്തായിരിക്കും സ്ഥിതി? ഇവിടെ ഞാൻ കണ്ണുകളടച്ചാൽ എവിടെ ചെന്ന് കണ്ണുകൾ തുറക്കും എന്നുള്ള ആലോചനയും ഭയവും ഭീതിയും മനുഷ്യൻ്റെ സ്വസ്ഥത കെടുത്തുകയാണ്. ആ മന്ത്രി ഏതു സമയത്തും രാജാവിനോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. രാജാവേ, നമുക്ക് എല്ലാവർക്കും മരണമുണ്ട്. മരണശേഷം നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം. അതുകൊണ്ട് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യൻ ചെയ്തതായ സകല പാപപ്രവൃത്തികളും പകരമായി മനുഷ്യന് വരേണ്ട സകല ശിക്ഷയും ദൈവം സ്വയം ഏറ്റെടുക്കുവാനിടയായി. ഇങ്ങനെ യേശുക്രിസ്തുവിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജാവിന് കോപം വന്നിട്ട്, ഇവിടെ നോക്കൂ മന്ത്രിയായ നിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുക, അല്ലാതെ എന്നെ ഉപദേശിക്കാൻ വരരുത്. നിന്റെ മതപ്രചരണം എൻ്റെ അടുക്കൽ വേണ്ട. നിന്റെ മതത്തെക്കുറിച്ച് എന്നോട് പ്രചരിപ്പിക്കാൻ നോക്കണ്ട. മരണശേഷം മനുഷ്യൻ എന്തു സംഭവിക്കുമെന്ന്, അവൻ എവിടെ പോകുമെന്ന് നിനക്കെന്തെങ്കിലും അറിയാമോ? മന്ത്രി, മരണശേഷം മനുഷ്യൻ എവിടേക്ക് പോകുന്നുവെന്നത് നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലാത്തപ്പോൾ എന്തിനാണ് അനാവശ്യമായി എന്നെ ഭയപ്പെടുത്തുന്നത്? അതുകൊണ്ട് നീ എൻ്റെ ദൃഷ്ടിയിൽ പമ്പര വിഡ്ഢിയാണ്. ആരെവിടെ? ഒരു സൈനികൻ വന്നു. ഒരു വടിയെടുത്തു കൊണ്ടുവരൂ. വടിയെടുത്തു കൊണ്ടുവന്നു. മന്ത്രിയുടെ കൈകളിൽ വെച്ചു. മന്ത്രി, ഇന്നു മുതൽ ഈ വടിയും പിടിച്ച് നീ നടക്കണം. ഏതു സമയത്തും നിന്റെ കൈകളിൽ ഈ വടിയുണ്ടായിരിക്കണം. എന്തിനാണ് രാജാവേ? ലോകക്കാരറിയണം നീ എത്ര വിഡ്ഢിയാണെന്ന്. അങ്ങനെയാകട്ടെ രാജാവേ. മന്ത്രി, എപ്പോൾ വരെ ഈ വടിയെടുത്ത് നടക്കണമെന്നറിയാമോ? നിന്നേക്കാൾ പമ്പര വിഡ്ഢിയെ നീ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് ഈ വടി നീ വെച്ചുകൊടുക്കണം. ശരി രാജാവേ. കുറേ വർഷങ്ങൾ മുമ്പോട്ട് പോയതിനു ശേഷം രാജാവ് മന്ത്രിക്കൊരു അറിയിപ്പ് കൊടുത്തു. മന്ത്രി, വേഗം വരൂ എന്നറിയിപ്പ്. മന്ത്രി വന്നു. രാജാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നു.
തീവ്രമായ രോഗത്താൽ ഭാരപ്പെടുകയാണ്. രാജാവ് അടുത്തു നിന്ന മന്ത്രിയെ നോക്കി വിളിച്ചു, മന്ത്രി, ഞാൻ പോകേണ്ട സമയം വന്നിരിക്കുന്നു മന്ത്രി എന്ന് പറഞ്ഞു. വളരെ ആഴത്തിൽ ശ്വാസം വിട്ടുകൊണ്ട്, മന്ത്രി, പോകേണ്ട സമയം വന്നിരിക്കുന്നു മന്ത്രി. എവിടേക്ക് പോകുന്നു രാജാവേ? അറിയില്ല മന്ത്രി. അതെന്താണ് രാജാവേ? പോകേണ്ടുന്ന സമയം വന്നിരിക്കുന്നുവെന്നും എവിടേക്കെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നും പറയുകയാണോ? സത്യമാണ് മന്ത്രി. പോകേണ്ടതായ സമയം വന്നിരിക്കുന്നു, എന്നാൽ എവിടേക്ക് പോകുന്നുവെന്ന് വാസ്തവമായും എനിക്കറിയില്ല. രാജാവേ, അങ്ങ് മഹാരാജാവാണല്ലോ, പോവുകയാണെന്ന് പറയുകയാണല്ലോ. അങ്ങയോടൊപ്പം ആരെയെങ്കിലും കൂടെ കൂട്ടുന്നുണ്ടോ? ഇല്ല മന്ത്രി, ആരെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിയില്ല. ഒറ്റയ്ക്ക് തന്നെയാണ് പോകേണ്ടി വരുന്നത്. രാജാവേ, അങ്ങ് എവിടേക്കാണോ പോകുന്നത്? സാധാരണമായിട്ട് അങ്ങ് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ആ പട്ടണം മുഴുവനും അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ആ പ്രദേശം മുഴുവനും അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ. ഇപ്പോഴങ്ങ് പുറപ്പെടുന്ന ഈ സ്ഥലത്ത് ആരെങ്കിലും അങ്ങയെ കാത്ത് നിൽക്കുന്നുണ്ടോ രാജാവേ? അറിയില്ല മന്ത്രി. ഞാൻ എവിടേക്ക് പോകുന്നുവെന്ന് എനിക്കറിയില്ല. ആരെ കാണാൻ കഴിയുമെന്നറിയില്ല. ആരെന്നെ സ്വീകരിക്കാൻ വരുമെന്നും എനിക്കറിയില്ല. ആരെ കണ്ടുമുട്ടുമെന്നും എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം വാസ്തവമാണ് മന്ത്രി, ഞാൻ കടന്നു പോവുകയാണ്. ഉടനെ തൻ്റെ കയ്യിലിരുന്നതായ വടിയെടുത്തിട്ട്, രാജാവേ, അങ്ങൊന്നും വിചാരിക്കരുത്, ഈ വടി അങ്ങയുടെ കൈയിൽ തരട്ടെ. അതെന്താണ് മന്ത്രി? അത് നിന്നേക്കാൾ വിഡ്ഢിയായ മനുഷ്യനെ കാണുകയാണെങ്കിൽ അവന് കൊടുക്കാനാണല്ലോ തന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വെക്കാനാണെന്നാണോ പറയുന്നത്? രാജാവേ, എന്തുകൊണ്ടോ? എന്നെക്കാൾ അറിവില്ലാത്ത മനുഷ്യനായി അങ്ങയാണ് ഞാൻ കാണുന്നത്. യാത്ര പോവുകയാണ്, പുറപ്പെട്ടു പോവുകയാണെന്നൊക്കെ പറയുന്നു. എവിടേക്ക് പോകുന്നുവെന്ന് അറിയില്ല. പോവുകയാണെന്ന് പറയുന്നു. ആർ വരുമെന്ന് അറിയാൻ കഴിയുന്നില്ല. ആരെന്നെ സ്വീകരിക്കാൻ വരുമെന്ന് അറിയാൻ കഴിയില്ല എന്ന് പറയുന്നു. ആര് കാത്തു നിൽക്കുമെന്ന് അറിയാൻ കഴിയുന്നില്ല. പറയാതെ തന്നെ യാത്ര ചെയ്യുകയാണ്. ചെന്നതിന് ശേഷം നിങ്ങൾക്കറിയില്ല. എന്താണ് രാജാവേത്? ഒട്ടും അറിവില്ലാതെ സംസാരിക്കുകയാണ് മന്ത്രി. അതാണ് എനിക്കും തോന്നുന്നത്. വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ സത്യം അറിഞ്ഞിരിക്കേണ്ടതിന് വേണ്ടി അറിയിക്കുകയാണ്. എന്താണ് രാജാവേ? രാജ്യമൊക്കെ നേടിയെടുക്കുവാനിടയായി, എന്നാൽ അധികാരമൊക്കെ അനുഭവിക്കാനിടയായി, എന്നാൽ മരിച്ചു പോകുന്ന സമയം കടന്നു വരുമ്പോൾ മരിച്ച് പോവുകയാണല്ലോ. എന്നാൽ എവിടേക്ക് പോകുന്നുവെന്ന് എനിക്ക് വാസ്തവത്തിൽ അറിയില്ല മന്ത്രി. സഹോദരി, സഹോദര, വേദപുസ്തകത്തിൽ പറയുന്നു, യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് യേശുക്രിസ്തു നൽകുന്ന ക്ഷമ പ്രാപിച്ച ആളുകൾ അവർ നിത്യ രാജ്യത്തിലേക്ക് കടക്കുമെന്ന്. യേശുക്രിസ്തു നൽകുന്നതായ ക്ഷമയെ അത് കൈക്കൊള്ളാതെ ശിക്ഷ അനുഭവിക്കേണ്ടതിന് വേണ്ടി നരകത്തിലേക്ക് കടന്നു പോകും എന്നും വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവൻ നൽകുന്നതായ ക്ഷമ നേടിയെടുത്ത വ്യക്തിയാണെങ്കിൽ നിനക്ക് നിത്യജീവനുണ്ട്. അങ്ങനെയല്ലാതെ നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിച്ചുകൊണ്ട് നിന്റെ ശരീരത്തിൽ മോഹങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട്, നിന്റെ ശരീരം എന്തിനെയോ മോഹിക്കുന്നത് കൊണ്ട് നമുക്ക് വായിക്കാം. സഭാപ്രസംഗി 11:9 വാക്യം. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്ന് അറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയുക. ബാല്യവും യൗവനവും മായ അത്രേ. എന്താണ് ദൈവം പറയുന്നത്? മാറ്റി നിർത്തുക. നിന്റെ ശരീരത്തെ അശുദ്ധമാക്കുന്നതിനെ അകറ്റി നിർത്തുക. നിന്റെ ദേഹത്തെ അശുദ്ധമാക്കി മാറ്റുന്ന പ്രവൃത്തികളെ മാറ്റുക. ഇല്ലാത്ത പക്ഷം നീ ചെയ്യുന്ന പാപപ്രവൃത്തികൾക്ക് പകരം എന്തു സംഭവിക്കും? നമുക്ക് വായിക്കാം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരുന്നു, ഭയങ്കര ദിനങ്ങൾ കടന്നു വരുന്നു, കഷ്ടത നിറഞ്ഞ ദിനങ്ങൾ കടന്നു വരുന്നു. കണ്ണുനീരൊഴുക്കുന്ന അഗ്നിയിൽ വീണുപോകുന്ന ദുർദിവസങ്ങൾ വരാൻ പോകുന്നു. ആ ദിവസങ്ങൾ വരുന്നതിന് മുൻപേ ഇപ്പോൾ ഇവയിൽ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല എന്നു നീ പറയുന്ന സംവത്സരങ്ങൾ വരും മുമ്പേ. സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ ചന്ദ്രൻ ഇരുണ്ടു പോകുവാനിടയാകും, വെള്ളം രക്തമായി തീരാനിടയാകും.
ഈ കാലങ്ങൾ അതിൻ്റെ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദുർദിവസങ്ങൾ വരാൻ പോകുന്നതിന് മുമ്പേ ഇവയിൽ എനിക്കൊരു സന്തോഷം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ കരയുന്നതിന് മുൻപേ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവയുടെ പ്രകാശത്തെ നഷ്ടമാക്കുന്നതിന് മുൻപ് തന്നെ, ഇരുട്ട് മൂടുന്നതിന് മുൻപ് തന്നെ, മഴയ്ക്ക് ശേഷം കാർമേഘങ്ങൾ വീണ്ടും വരുന്നതിന് മുൻപ് തന്നെ, നിന്റെ യൗവന കാലത്തു തന്നെ നിന്റെ സൃഷ്ടിതാവിനെ നീ ഓർക്കുക എന്ന് പറയുകയാണ്. യൗവനക്കാരായ മക്കളെ, നീ ചെയ്യുന്ന പാപപ്രവൃത്തികൾ കൊണ്ട്, നിന്റെ ദുശീലം കൊണ്ട്, നീ ചെയ്യുന്ന പാപപ്രവൃത്തികൾ കാരണം രോഗം നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത കെടുത്തിക്കളയുമ്പോൾ, പഠനമില്ലാതായി, കരിയർ ഇല്ലാതായി, എല്ലാവരാലും ഉള്ളതായ ഒരു പ്രോത്സാഹനമില്ലാതായി, കഴിക്കുവാൻ ആഹാരമില്ലാതെ, ധരിക്കുവാൻ വസ്ത്രമില്ലാതെ, കിടക്കുവാനൊരു കിടക്കയില്ലാതെ, സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു സന്തോഷവും പങ്കുവയ്ക്കുവാനായിട്ട് കഴിയാതെ നീ ഒരു അനാഥനായി മാറിയിരിക്കുകയാണ്. വിശന്ന് വലയുന്നതായ കാലം കടന്നു വരുമ്പോൾ കരയുകയാണ്. ഏത് സന്തോഷത്തിന് വേണ്ടിയാണോ നീ ഓടിയത്, പരിശ്രമിച്ചത്, ആരോടൊപ്പം നടന്ന് സന്തോഷം നേടാനാണ് നീ ആഗ്രഹിച്ചത്? അവനിൽ കൂടി എനിക്ക് സന്തോഷമില്ല, അവളിൽ കൂടി എനിക്ക് സന്തോഷമില്ല, ഇന്നെനിക്ക് ബാക്കിയായിരിക്കുന്നത് കേവലം ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്, ദുസ്ഥിതിയാണ് എന്ന് നീ കരയുന്നതിന് മുൻപ് തന്നെ ദൈവം പറയുകയാണ്, നിന്റെ യൗവന കാലത്ത് തന്നെ നിന്റെ സൃഷ്ടിതാവിനെ ഓർത്തുകൊള്ളുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നീ കരയുന്നതിന് മുൻപ് തന്നെ, എല്ലാ രീതിയിലും നശിച്ച് നാശമായി തകർന്നു പോകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിങ്കിലേക്ക് തിരിയൂ. ക്ഷമ ചോദിക്കുക. ഞാൻ നൽകുന്നതായ പുതിയ ജീവിതത്തെ നേടിയെടുക്കൂ. ഇതാണ് ദൈവം നൽകുന്ന മുന്നറിയിപ്പ്. എന്തു ചെയ്യാൻ പോകുന്നു നീ? രണ്ട് വ്യക്തികളെക്കുറിച്ച് യേശു പറയുകയാണ്. ഒരുവൻ ധനവാനായ മനുഷ്യൻ, മറ്റൊരുവൻ ദരിദ്രൻ, ലാസർ. ധനവാനായ മനുഷ്യൻ താൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും സുഖവും സന്തോഷവും ആഡംബരവും സംതൃപ്തിയുമൊക്കെ അനുഭവിച്ചു. എന്നാൽ ദരിദ്രൻ ആത്മീയ ജീവിതത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചു. ഈ ശരീരം മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകും, എന്നാൽ എൻ്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകണമെങ്കിൽ ജഡത്തിന് ഇഷ്ടം ചെയ്യാൻ പാടില്ല. ശരീരത്തിന് മോഹമനുസരിച്ച് ജീവിക്കരുത്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. കഷ്ടതയാണെങ്കിലും വിശപ്പാണെങ്കിലും ഒന്നും സാരമില്ല, ഞെരുക്കങ്ങളുണ്ടായാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിന ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ആത്മാവിനെ കാത്തു സൂക്ഷിച്ചു. അയാൾ മരിച്ചുപോയി. എന്നാൽ താൻ മരിച്ച അടുത്ത ക്ഷണം തന്നെ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ പർദീസിലേക്ക് കൊണ്ടുപോയി. ഈ ധനവാൻ ഉണ്ടായിരുന്നതായ പണം കൊണ്ട്, സമ്പത്ത് കൊണ്ടൊക്കെ എൻജോയ് ചെയ്ത് ജീവിച്ചു, സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചു. ഒരു നിമിഷം പോലും ആത്മീയതയെക്കുറിച്ച് അയാൾ ചിന്തിച്ചില്ല, തൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചില്ല. മരിച്ചുപോയി. വളരെ ആഡംബരത്തോടെ ശുശ്രൂഷകൾ ചെയ്തു. കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ തൻ്റെ മുൻപിൽ അഗ്നിയാണ്, ചുറ്റുപാടും അലർച്ചയും നിലവിളിയും. അയാൾ തകർന്നുപോയി. അയാൾ വിചാരിച്ചിരുന്നില്ല താൻ നരകത്തിൽ വീണുപോകുമെന്ന്. പ്രിയ സഹോദര, സഹോദരി, നൂറുകണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നില്ല മരണശേഷം അവർ നരകത്തിലേക്ക് പോകുമെന്നുള്ളത്. ആ ദരിദ്രൻ വിശ്വസിച്ചിരുന്നില്ല നരകം എന്നത് ഉണ്ടെന്ന്. എന്നാൽ ഉണ്ട്. ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോയി കണ്ണുതീർക്കുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ മനസ്സിലായി, അവിടെ കരച്ചിലും അവിടെ നിലവിളിയും പല്ലുകടിയുമാണെന്നൊക്കെ അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. താൻ വിചാരിച്ചതൊന്ന്, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മറ്റൊന്ന്. ദരിദ്രനാണെങ്കിലോ പർദീസയിൽ പോയി കണ്ണുകൾ തുറന്നു, കൊട്ടാരത്തിൽ പോയി കണ്ണുകൾ തുറന്നു. എന്നാൽ ധനവാനോ നരകത്തിൽ പോയി കണ്ണു തുറന്നു. ആ നരകയാതന വഹിക്കാൻ കഴിയാതെ അബ്രഹാമിന്റെ മാറിൽ ചാഞ്ഞു കിടക്കുന്നവനായ ലാസറിനെ നോക്കിക്കൊണ്ട്, പിതാവായ അബ്രഹാമേ, ആ ലാസറിനെ എൻ്റെ അരികിലേക്കൊന്ന് വിളിച്ചിട്ട് അണിവിരൽ കൊണ്ട് ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിന്മേലിറ്റിക്കാൻ പറയുമോ? സഹിക്കാൻ കഴിയുന്നില്ല, വഹിക്കാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അയ്യോ, എന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അണിവിരൽ കൊണ്ട് ഒരു തുള്ളി, എൻ്റെ നാവിന്മേൽ ഒരു തുള്ളി വെള്ളം നൽകാനായി അയക്കുമോ? എൻ്റെ മകനെ, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരാതിരിക്കുവാൻ, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരാതിരിക്കുവാനായിട്ട് മധ്യയിൽ ഒരു അഗാധ ഗർത്തമുണ്ട്. അത് കേട്ടപ്പോൾ ധനവാനായ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അയ്യോ, അങ്ങനെ പറയരുതേ അബ്രഹാമേ. അങ്ങനെയാകുന്നുവെങ്കിൽ ഭൂമിയിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. വായിക്കാം, എന്താണ് പറയുന്നത്? നിലവിളിയും ബഹളവുമാണ്. എവിടെ നിന്ന്? നരകത്തിൽ നിന്ന്. എന്തിനാണ് നിലവിളിക്കുന്നത്? എന്തിനാണ് ബഹളം വയ്ക്കുന്നത്? സഹോദര, സഹോദരി, കേൾക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ മരിച്ചവർ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ?
എങ്കിലവർ നിലവിളിക്കുകയാണ്. എവിടെ നിന്ന് നിലവിളിക്കുന്നു? അവർ പോയിടത്തെ പറ്റി ഓർത്താണ് നിലവിളിക്കുന്നത്. എന്തു പറഞ്ഞാണ് നിലവിളിക്കുന്നത്? അയ്യോ, നിങ്ങളിവിടേക്ക് വരരുതേ. നമുക്ക് വായിക്കാം 16 അധ്യായം 27 വാക്യം. അതിനു അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ വീട്ടിലയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ. എന്താണ് നരകത്തിൽ കിടക്കുന്നവർ ആഗ്രഹിക്കുന്നത്? ഇത് വാസ്തവമായും നടന്ന സംഭവമാണ്. അതിൽ ഒരു ധനവാനായ മനുഷ്യൻ നരകത്തിലേക്ക് പോയപ്പോൾ അവിടെ എന്തു ചെയ്യുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നരകത്തിൽ കിടന്ന ധനവാന്മാർ നിലവിളിക്കും. എന്താണ് പറയുന്നത്? എനിക്ക് 5 സഹോദരന്മാരുണ്ടല്ലോ, നിങ്ങളാരും ഇവിടേക്ക് വരരുതേ. ഇത് വളരെ വേദനാജനകമായ അനുഭവമാണ്. വരരുതേ. മനസ്സിലാക്കൂ പ്രിയ സഹോദര സഹോദരി, രക്ഷയില്ലാതെ ചെയ്തതായ പാപപ്രവൃത്തികൾ ക്ഷമ ലഭിക്കാതെ ചെയ്തതായ പാപത്തിന് പകരമായി നരകത്തിലേക്ക് പോയ ആളുകൾ ഇന്ന് നരകത്തിൽ നിന്ന് ഭൂലോകത്തിൽ കാണുന്നതായ നിങ്ങളെ കണ്ടുകൊണ്ട് എന്താണ് പറയുന്നതെന്നറിയാമോ? നിങ്ങളാരും ഇവിടേക്ക് വരരുതേ. ഇത് ഭയങ്കരമായ സ്ഥലമാണ്. എൻ്റെ കൂടപ്പിറപ്പുകൾ ഇങ്ങോട്ട് വരുവാൻ പാടില്ല. ഒരുപക്ഷെ ഭർത്താവ് അവിടെ പോയിരിക്കുന്നുവെങ്കിൽ ഭാര്യയോട് പറയുകയാണ്, മക്കളോട് പറയുകയാണ്, ദയവ് ചെയ്ത് ഇവിടേക്ക് നിങ്ങൾ വരരുതേ. മക്കളെ നോക്കി കരയുകയാണ്, എൻ്റെ മക്കളെ ആരും ഇവിടേക്ക് വരാൻ പാടില്ല. ഇത് ഭയങ്കരമായ സ്ഥലമാണ്. നരകത്തിലുള്ള സകല വ്യക്തികളും നിലവിളിക്കുകയാണ്. ഭൂലോകത്തിലുള്ള ആരും അവിടേക്ക് ചെല്ലുവാൻ പാടില്ല എന്ന് പറയുന്നു. 2, അവർ ഈ വേദനാജനകമായ സ്ഥലത്തേക്ക് വരാതെ അവർ സാക്ഷ്യം പറയേണ്ടതിനായി, അവർക്ക് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവരെ അയക്കുമാറാകണമേ. സുവിശേഷം പറയുന്നവരെ അയക്കണമേ ദൈവമേ, വീട്ടിലേക്ക് അയക്കണമേ. സഹോദര സഹോദരി, നിന്റെ ഭവനത്തിൽ രക്ഷിക്കപ്പെടാത്തതായ ആളുകൾ ഇനിയുമുണ്ട്. ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഭർത്താവിലെ ഇഷ്ടാനുസരണം ജീവിക്കുന്ന ഭാര്യയിൽ ഇഷ്ടാനുസരണം ജീവിക്കുന്ന മകനില്ലേ, അതുപോലെ മകളില്ലേ? ഉണ്ട്, സത്യമാണ്. നരകത്തിൽ കിടക്കുന്ന ആളുകൾ നിങ്ങളുടെ മക്കളെ കണ്ടുകൊണ്ട് നിലവിളിച്ചു പറയുകയാണ്, എടാ കൊച്ചുമകനെ, കൊച്ചുമകളെ, ഇവിടേക്ക് വരരുതേ. നിനക്കെന്തുകൊണ്ടാ ഭാരമില്ല? നിനക്കെന്തുകൊണ്ടാ ഭയമില്ല? നിനക്കെന്തുകൊണ്ടാ ബുദ്ധിമുട്ടില്ല? ഒരു നിമിഷം ചിന്തിക്കുക. ഒന്നാമതായിട്ട്, നിങ്ങളിവിടേക്ക് വരരുതേ. നരകത്തിലുള്ള സകല വ്യക്തികളും നിലവിളിക്കുന്നു, ആരും ഇവിടേക്ക് വരരുതേ. ഇത് ഭയങ്കരമായ സ്ഥലം. ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. ജീവനോടെ ഇരുന്നപ്പോൾ സുവിശേഷത്തിന് വില കൊടുത്തില്ല, ഒന്നും കണക്കാക്കിയില്ല. സുവിശേഷം അറിയിച്ചവരെ അടിച്ചു, സുവിശേഷം അറിയിച്ചവരെയെല്ലാം ഉപദ്രവിച്ചു, ലഘുലേഖകൾ വിതരണം ചെയ്തതായ ആളുകളെ അടിച്ചു. എന്നാൽ പിന്നെ നോക്കിയപ്പോൾ ഇത് സത്യമാണ്. പ്രിയ മകനെ, മകളെ, സഹോദര സഹോദരിയെ കേൾക്കുന്നുണ്ടോ? ഇന്ന് നരകത്തിൽ ആ കോടിക്കണക്കിന് ആളുകൾ നിലവിളിക്കുന്ന നിലവിളി എന്തെന്നറിയാമോ? അയ്യോ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നരകമെന്നത് വളരെ സത്യമാണ്. ഇവിടെ വരാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അർത്ഥമെന്ത്? ചെയ്തതായ പാപപ്രവർത്തികളെ ഓർത്ത് അനുദപിക്കുക. ചെയ്തതായ തെറ്റുകളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. അതാണ് മാനസാന്തരം. കാലം തികഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശുക്രിസ്തു സുവിശേഷം അറിയിച്ചു. എന്നാൽ പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് അവൻ വന്നത്. പാപിയായ മനുഷ്യന് വരേണ്ട ശിക്ഷ മുഴുവനും തൻ്റെ മേൽ ഏറ്റെടുക്കാനിടയായി. ഇനി ഞാനും നിങ്ങളും നരകത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്താണ് ചെയ്യേണ്ടത്? കർത്താവ്, എൻ്റെ സ്ഥാനത്ത് നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചല്ലോ. എനിക്ക് വരേണ്ടിയിരുന്ന ശിക്ഷയെല്ലാം നീ അനുഭവിച്ചു. എനിക്ക് വരേണ്ടിയിരുന്ന ശിക്ഷാവിധിയിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. നിന്നെ എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. ക്ഷമ പ്രാപിച്ച് അങ്ങനെ തന്നെ ഞാൻ ജീവിക്കാതിരിപ്പാനായി എൻ്റെ മനസ്സിനെ മാറ്റണമേ. എൻ്റെ ഹൃദയം മാറുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുകയാണെങ്കിൽ, വീണ്ടും പാപപ്രവർത്തികൾ ചെയ്ത് മുമ്പോട്ട് പോകാതിരിക്കാൻ എൻ്റെ മനസ്സിനെ മാറ്റണമേ. യേശു നൽകുന്നതായ ക്ഷമ പ്രാപിച്ചുകൊണ്ട്, കർത്താവ് നൽകുന്ന രക്ഷ സ്വീകരിച്ചുകൊണ്ട് പുതിയ ജീവിതത്തെ പ്രാപിച്ചെടുത്താൽ നീ ഒരു പുതിയ വ്യക്തിയായിട്ട് ജീവിക്കും. അതാണ് മാനസാന്തരമെന്ന് പറയുന്നത്. അതിനാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. 2 വിഷയങ്ങളിൽ. 1, നീ രക്ഷിക്കപ്പെടണം. 2, നിന്റെ കുടുംബത്തെയും രക്ഷിക്കണം. ചിത്രകല നടത്തുന്നതായ ആളുകളുടെ വലിയൊരു മത്സരം നടക്കുകയാണ്. അനേകം ചിത്രങ്ങൾ അവിടെ വരച്ചിട്ട് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏതിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നറിയാമോ? ഏറ്റവും ബെസ്റ്റ് ചിത്രമായിട്ട് ഏത് ചിത്രമാണ് കണക്കാക്കിയതെന്നറിയാമോ? ഒരു സമുദ്രത്തിൽ ഒരു പടക് മുങ്ങിപ്പോയിരിക്കുന്നു. അതിലനേകം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടാകുന്നു. പടക് മുങ്ങി, ആളുകൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുവൻ ആ മുങ്ങിപ്പോയ പടകിനെ നേരെ നിർത്തി ആ പടകിൽ നിന്ന് കൈനീട്ടി വെള്ളത്തിൽ കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ കൈനീട്ടുകയാണ്. ആ പടകിലേക്ക് വലിച്ചു കയറ്റുന്ന സമയത്ത് വലിച്ചു കയറ്റുന്ന ആ ദൃശ്യത്തെ ഒരാൾ ചിത്രമായിട്ട് വരയ്ക്കുവാനിടയായി.
അത് കണ്ടപ്പോൾ ഇതിൽ വിചിത്രമായത് എന്താണുള്ളത്? ഒരാൾ മുങ്ങിപ്പോകുന്ന ഒരുവിനെ വലിച്ചു കയറ്റാൻ നോക്കുന്നു. ഇതിന് ഏറ്റവും ബെസ്റ്റ് പിക്ചറായിട്ട് എന്തുകൊണ്ടാണ് സമ്മാനം കൊടുത്തത്? അതിനേക്കാൾ മനോഹരമായ പിക്ചറുകൾ വേറെയുണ്ടല്ലോ എന്ന് ആളുകൾ വിചാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ, പടകിൽ നിൽക്കുന്ന വ്യക്തി മുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ കൈപിടിച്ച് വലിക്കുകയാണല്ലോ, ഒരു കൈകൊണ്ട് വലിച്ച് ഉയർത്തുകയാണല്ലോ. ആ മുങ്ങിപ്പോകുന്ന വ്യക്തി മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഒരു കൈ മുകളിൽ കൊടുത്തു മുകളിലേക്ക് വരുന്നു. എന്നാൽ മറുകൈ വെള്ളത്തിൽ കിടക്കുന്ന ഒരുവനെ പിടിച്ചിരിക്കുകയാണ്. അതാണ് ആ ചിത്രത്തിൻ്റെ അത്ഭുതകരമായുള്ള അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഞാൻ മാത്രം രക്ഷപ്പെടുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മറ്റൊരുവിനെയും രക്ഷിക്കുവാനാണ്. സഹോദര സഹോദരി, നീ രക്ഷിക്കപ്പെട്ടതാണോ? അതെ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. എൻ്റെ പാപങ്ങളെല്ലാം കർത്താവായ യേശുവിനോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. യേശു എൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്തു. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ? നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരമുയർത്തുന്നു. ചോദിക്കട്ടെ, ഒരു കൈകൊണ്ട് യേശു കർത്താവ് നിങ്ങളെ പിടിച്ച് ഉയർത്തുന്നുവല്ലോ, അപ്പോൾ മറുകൈകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കെ പറയുക, മറ്റൊരാളെ പുറത്തേക്ക് കൊണ്ടുവരണം. മറ്റൊരുവിനെ പാപം നിറഞ്ഞതായ അവസ്ഥയിൽ നിന്ന്, ആ സ്ഥിതിയിൽ നിന്ന്, പാപത്തിൽ മുങ്ങിപ്പോകുന്ന ഒരുവിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതല്ലേ? ഏതാണ് ബെസ്റ്റ് പിക്ചർ എന്നറിയാമോ? ഒരുവൻ രക്ഷപ്പെടുകയും അതോടൊപ്പം മറ്റൊരുവിനെ അവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നില്ലേ? അതാണ് ഫസ്റ്റ് പ്ലേസ്. അതുപോലെ സ്വർഗത്തിൽ ആരാണ് ഫസ്റ്റ് പ്ലേസ് എന്നറിയാമോ? ബെസ്റ്റ് പ്ലേസിൽ ഉണ്ടെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടിട്ട് അനേകരെ രക്ഷിക്കുന്നവരാണ്. അവരായിരിക്കും സ്വർഗത്തിൽ ഫസ്റ്റ് പ്ലേസിലായിരിക്കുന്നത്, ബെസ്റ്റ് പ്ലേസിലായിരിക്കുന്നത്. ചോദിക്കട്ടെ, നിങ്ങൾക്കെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ധനവാൻ അപേക്ഷിക്കുകയാണ്. നരകത്തിൽ നിന്നും നിലവിളികൾ ഉയരുന്നു. എന്താണെന്നറിയാമോ? ആരും ഇവിടേക്ക് വരരുതേ. സ്വർഗത്തിൽ നിന്നും ദൈവം പറയുകയാണ്, അവിടേക്ക് നിങ്ങൾ പോകരുത്. നരകത്തിൽ കിടക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത്? ഇവിടേക്ക് വരരുത്. ദൈവം എന്താണ് പറയുന്നത്? അവിടേക്ക് പോകരുത്. മധ്യയിൽ പിശാച് എന്താണ് പറയുന്നതെന്നറിയാമോ? വരൂ, എന്നോടൊപ്പം കൊണ്ടുപോകാം. ആരുടെ വാക്കുകൾ കേൾക്കും? വരരുത് എന്ന് പറയുന്നതായ, നിന്നേക്കാൾ മുമ്പായി നരകത്തിലേക്ക് വീണ് യാതന അനുഭവിക്കുന്ന അവരുടെ നിലവിളി കേൾക്കുമോ? നിനക്ക് വേണ്ടി പ്രാണനെ തന്നതായി യേശു പറയുന്നു, പോകരുത്. അപ്പോൾ അവന്റെ വാക്ക് നീ കേൾക്കുമോ? അല്ലെങ്കിൽ നിന്നെ എങ്ങനെയെങ്കിലും നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് സകല പാപത്തിലേക്കും അശുദ്ധിയിലേക്കും നിന്നെ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്നവനായ പിശാചിന്റെ വാക്ക് നീ കേട്ടിട്ട് നരകത്തിലേക്ക് പോകുമോ? ഇന്ന് തന്നെ തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ടെന്നാൽ നീ പറഞ്ഞേക്കാം, എനിക്കിനി 20, 30, 40, 50 വർഷമൊക്കെ ജീവിക്കാൻ കഴിയും. എൻ്റെ ഫിറ്റ്നസ് വളരെ നല്ലതാണ്. ഫിറ്റ്നസ് നന്നായിരിക്കുന്നു. ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയസ്തംഭനം വന്ന് മരിച്ച ആളുകളുണ്ട്. നല്ല കായികശേഷി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ബൗളിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചവരുണ്ട്. ഫിറ്റ്നസ് നന്നായിരിക്കുന്നു. അനേകം ആളുകളെ രക്ഷിച്ചതായ ഡോക്ടർമാർ വീട്ടിൽ വന്നിട്ട് കിടന്ന് എഴുന്നേൽക്കാതെ മരിച്ചവരുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ആയുസ്സിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇന്നു കാണുന്ന അടുത്ത ആഴ്ച കാണാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ഒരു ഗ്യാരണ്ടിയുമില്ല. എന്നാൽ വരുന്ന ആഴ്ച കണ്ടാലും ഇല്ലെങ്കിലും ഈ ദിവസം നിന്റെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിനെ നീ ക്ഷണിക്കുകയാണെങ്കിൽ നിശ്ചയമായും വീണ്ടും നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ കരമുയർത്തിയല്ലോ. ഒരു നിമിഷം ഈ ധനവാന്റെ നിലവിളിക്ക് കാതോർക്കുക. അയ്യോ, രക്ഷിക്കപ്പെട്ടവരായ ഒരുപാട് സഹോദരങ്ങൾ എനിക്കുണ്ട്. അവർക്ക് ഈ സത്യം അറിയില്ല, നരകമുണ്ടെന്നുള്ള സത്യം അറിയില്ല. അവരുടെ അടുക്കൽ നിന്ന് പോകാമോ? ഒരു നിമിഷം അവരോട് പറയാമോ നരകമെന്നത് സത്യമാണെന്ന്? ഇവിടെ ആരും വരേണ്ട കാര്യമില്ല എന്നും, കർത്താവ് മനുഷ്യൻ വരേണ്ടതായ ശിക്ഷയെല്ലാം സ്വയം ഏറ്റെടുത്ത് മരിച്ചുവെന്നും, ആ സത്യത്തെ നീ വിശ്വസിച്ചാൽ മതിയെന്നും എൻ്റെ ആളോട് പറയാമോ? നരകത്തിൽ കിടക്കുന്നവർ നിലവിളിക്കുകയാണ്, അവർ കരയുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ചെന്നിട്ട് സാക്ഷ്യം പറയുക, സുവിശേഷം അറിയിക്കുക. അവർ മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുക. നരകത്തിൽ കിടക്കുന്നവർ അപേക്ഷിക്കുകയാണ്. നരകത്തിലുള്ളവർ നിലവിളിച്ച് പറയുകയാണ്. നരകത്തിലുള്ളവർ പ്രാർത്ഥിക്കുകയാണ്, പിതാവായ അബ്രഹാമേ, ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കണമേ, ഞങ്ങളുടെ ആളുകളുടെ അരികിലേക്ക് അയക്കണമേ. അവരെന്നെപ്പോലെ ഇവിടേക്ക് വരുവാൻ പാടില്ല. ആരാണ് ഈ കാലത്ത് പോകുന്നത്? ആരാണ് ഈ കാലത്ത് പോയി സുവിശേഷത്തെ നശിച്ചു പോകുന്നവരെ അറിയിക്കുന്നത്? ഞാനും നിങ്ങളും, അല്ലെങ്കിൽ ആര് പോകും? അതുകൊണ്ട് പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ പാടില്ല. ആരാണോ നിന്റെ കുടുംബത്തിൽ ദൈവത്തെ കൂടാതെ ജീവിക്കുന്നത് അവരുടെ പേരുകൾ എഴുതുക.
അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, മരുമകൾ, മരുമകൻ, അനുജൻ, അനുജത്തി, ഞങ്ങളുടെ അപ്പൻ, അമ്മ, മകൻ, മകൾ, പേരുകൾ എഴുതുക. ഇവർ ഇനി രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇവർ രക്ഷിക്കപ്പെടണം. പ്ലീസ് ദൈവമേ. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, കണ്ണുനീരൊഴുക്കുക. ആ പ്രാർത്ഥനയുടെ ഫലമായി നിശ്ചയമായിട്ടും നീ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരെ ആലയത്തിലേക്ക് നടത്തുക. നിനക്ക് പറയാൻ കഴിയാത്ത സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷം കേൾപ്പിക്കുക. അവരെ വിളിച്ചുകൊണ്ടുവരണം. ഒറ്റയ്ക്ക് നീ വരരുത്. സ്വർഗത്തിൽ ബെസ്റ്റ് പ്ലേസ് ആരാണെന്നറിയാമോ? ആരാണ് ഫസ്റ്റ് പ്ലേസ് എന്ന് അറിയാമോ? രക്ഷിക്കപ്പെട്ടിട്ട് അനേകം ആളുകളെ രക്ഷയിലേക്ക് നടത്തുന്നവരാണ്. അങ്ങനെ നീ ജീവിച്ചാൽ എത്ര നല്ലതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തലകളെ വണക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ ശക്തമായ ഒരു സന്ദേശം നീ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. എല്ലാവരുടെയും ഹൃദയത്തെ നീ പിടിച്ചു കുലുക്കിയല്ലോ. യേശുവേ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ അടങ്ങിയിരിക്കുവാൻ പാടില്ല. നരകത്തിലുള്ളവർ നിലവിളിക്കുന്നു. അനേകം ആളുകൾ ഇപ്പോഴവിടെ കിടക്കുന്നുണ്ട്. അവിടേക്ക് ഇനി ആരും പോകുവാനിടയാകരുത്. ദൈവമേ, ആരൊക്കെയാണോ രക്ഷിക്കപ്പെട്ടത് അവർ മൗനമായിരിക്കാതെ അനേകർ രക്ഷിക്കപ്പെടുവാനും അനേകർ മാനസാന്തരപ്പെടുവാനും അനേകർ അവരുടെ പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനും വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആധാരമായിരിക്കുന്ന ദൈവം നൽകുന്നതായ ക്ഷമ പ്രാപിച്ചെടുത്തുകൊണ്ട് പുതിയ ജീവിതം പ്രാപിച്ച് സമൂഹത്തിലുള്ള സകല വ്യക്തികൾക്കും മാതൃകയായി തീരുവാൻ അവരെ സഹായിക്കണമേ. നിന്റെ മക്കളിൽ ഒരാൾ പോലും നശിച്ചു പോകുവാൻ പാടില്ല, നരകത്തിലേക്ക് പോകുവാൻ പാടില്ല. നിന്റെ കരുണ കാട്ടണമേ. സകല വ്യക്തികളെയും നിന്റെ മകനും മകളുമായി അംഗീകരിച്ചുകൊണ്ട് അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.